ഹലോ. അപ്പം എനിക്കിതാ ഒരു കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാകുന്നല്ല കേട്ടോ, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. വലിയ കൂണാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ വാങ്ങുമ്പോൾ ചെറിയ കൂണല്ല ഉണ്ടാവല്. ഇത് പക്ഷെ വലിയ കൂണാണ്. നല്ല വൃത്തിയുള്ള കൂൺ കേട്ടോ. നല്ല വെള്ള കളറിലെ, കാര്യമായിട്ട് കളയാനൊന്നുമില്ല. അത്രക്കും വൃത്തിയുള്ള കൂണാണ്. സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ ഈ ബോക്സിൻ്റെ അടിയത്തെ കൂണൊക്കെ പറ്റിങ്ങനെ കേട് വരാനായിട്ടുണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല, ഫ്രഷാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൂൺ കറി. ആദ്യ കാലങ്ങളിലൊക്കെ ഈ പറമ്പിൽ നിന്നും തൊടുവിൽ നിന്നൊക്കെ ഇങ്ങനെ കൂണ് കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ അങ്ങനെ ഇപ്പം കിട്ടലില്ല കേട്ടോ. കുറേ മുൻപ് കിട്ടിയതാണ് എനിക്ക്. ഇപ്പം അങ്ങനെ കിട്ടലില്ല. എനിക്ക് നല്ല കേട്ടോ, വീട്ടിലേക്ക് കിട്ടുമ്പോൾ അങ്ങനെ വെക്കുന്നുള്ളൂ. ഇപ്പോൾ കുറേ കാലമായി അങ്ങനെ കിട്ടിയിട്ടോ. ഇത് 85 രൂപയാണ് കേട്ടോ ഇതിന് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വരുന്നത്. ഇവിടുത്തെ പ്രൈസ് അതാണ്. എല്ലായിടത്തും എത്രയെന്ന് അറിയൂല. അങ്ങനെ എന്താ നല്ല ഫ്രഷാണ് കേട്ടോ. അപ്പം ഞാൻ അത് കേകി വൃത്തിയാക്കിട്ടോ, നല്ല പോലെ കേകിട്ടോ. പ്രത്യേകിച്ച് കളയാനൊന്നുമില്ലേന്നു, നല്ല വൃത്തിയും ഉണ്ടായിരുന്നു. എന്നിട്ട് 3 വലിയുള്ളി എടുത്ത് തൊലിച്ച് വെച്ചിട്ട്, പിന്നെ ഇതാ വെളുത്തുള്ളി എടുത്തു, പിന്നെ 2 തക്കാളിയും 2 പച്ചമുളകും ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒക്കെ എടുത്തുകൊണ്ട് ഇഞ്ചി തൊലിക്കാൻ നോക്കുമ്പം ഇഞ്ചി ഇല്ല, ഇഞ്ചി കഴിഞ്ഞിരിക്കണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പോണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. തൽക്കാലം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യായിട്ട് അങ്ങനെ അത് വെച്ചങ്ങാണ്ട് ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ വല്യുള്ളി ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട്, വെളുത്തുള്ളി ഞാൻ തൊലിച്ചതല്ല, അപ്പം ഞാൻ വെളുത്തുള്ളി കളയാണ്ട് എഴുതിയിട്ട് വെളുത്തുള്ളി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടായിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. നമ്മൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ അധികം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കൽ കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചാൽ വലിയുള്ളി അല്ലേ, ആ വലിയുള്ളി ഇതിലിട്ട് നല്ല പോലെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാനിതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറേ നേരം വഴറ്റുമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് ഇതാ അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അത് തന്നെ പിന്നെ ഇട്ടിട്ട് അധികമൊന്നും വഴറ്റിയിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് അധികമൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതും തന്നെ വല്ലാതെ ഒന്നും ഇളക്കണ്ട, കുറച്ച് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ പിന്നെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് 2 വിസിലടിച്ചിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ഏകദേശം ചെറിയൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ ഇട്ടിട്ട് ഇളക്കുക. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് അതിലേക്ക് ഞാൻ പിന്നെ കുറച്ചെൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നു. അതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളറും ആണല്ലോ. പ്രത്യേകിച്ച് കൂണൊക്കെ അങ്ങനെ വെളുത്ത് കാണണമല്ലോ എത്ര മസാല ഇട്ടാലും. അപ്പം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ട് കേട്ടോ, അത് ചേർത്തിട്ട് പിന്നെ കുരുമുളക് പൊടി ഉള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്തെടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലേന്നു, കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അതേപോലെ പിന്നെ കറിവേപ്പില അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും തന്നെ എൻ്റെ കയ്യിലില്ലേന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ നല്ല കേക്ക് വൃത്തിയാക്കി വെച്ച കൂണ് അതിലിട്ട് കണ്ട് നല്ല പോലെ ഇളക്കിട്ടോ. വെള്ളം പറ്റ കുറവാണെന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതേപോലെ ഉപ്പും കുറവാണെന്ന് തോന്നണമെങ്കിൽ കുറച്ച് ഒഴിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ 2 വിസിലടുപ്പിച്ചിട്ടോ. എന്നിട്ട് അങ്ങനെ വെന്ത് ഞാൻ ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാൻ. ഒരു വെജിറ്റബിൾ കറി, നമ്മളെപ്പോഴും ചിക്കന് ബീഫൊക്കെ അല്ലേ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുക. അപ്പം അതിനൊക്കെ ഒരു വ്യത്യാസമായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ബീഫ് കറീൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ടുണ്ടാക്കിയ സിമ്പിൾ കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബായ്.